നമുക്കിന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം. അടിപൊളിയായിട്ട് കിട്ടുന്ന വെളുത്തുള്ളി അച്ചാറാണേ. അതിനായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഉലുവ. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ കേട്ടോ യൂസ് ചെയ്ത് നല്ലെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ഉലുവ ഇടുക, വറ്റൽമുളക് ഇടുക, പിന്നെ എന്താണ് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചിയും പച്ചമുളകും ഇടാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല കളറ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഇത് രണ്ടായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ട് മുഴുവനായിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തട്ടെ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം നമുക്ക് നന്നായിട്ട് ഇളക്കുന്നതിന് കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഉടയാതെ വേണം ഇളക്കാൻ. പിന്നെ ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ആദ്യം ഞാനൊരു സ്പൂണാണ് ആദ്യം ഇട്ടേക്കുന്നത്, പിന്നെ നമുക്ക് കുറച്ച് മെല്ലയായിട്ടിടാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഇത് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ, തിളപ്പിച്ചാറിയതല്ല, തിളപ്പിച്ച വെള്ളമാണേ. തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉടയാതെയൊക്കെ നോക്കണം കേട്ടോ. ഞാനേ ഇവിടെ ഇപ്പം ചേർത്തേക്കുന്നത് എന്തറിയോ, പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു മധുരവും കിട്ടും. അപ്പോൾ ആ ഒരു മധുരവും എരിവും എല്ലാം പുളിക്ക് വേണ്ടി നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, വിനേഗർ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് മൂടി വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതേ അടിപൊളി വെളുത്തുള്ളി അച്ചാർ ഇങ്ങനെ നല്ല കളറൊക്കെ പിടിച്ച് നന്നായിട്ട് കുഴഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാം. എണ്ണയൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതേ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മെല്ലെ തൊട്ട് ഇതേ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. വാവ്, അടിപൊളി മധുരവും പുളിയും എരിവും ഉപ്പും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നേ, ഇതുപോലെ അടിപൊളി വെളുത്തുള്ളി അച്ചാർ കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം, നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റുമാണ്.